ഹായ് ഗൈസ്, ആദില അക്ബറിനോട് പറഞ്ഞെന്നും പറഞ്ഞ അക്ബർ വിശദീകരിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഒന്ന് കേട്ട് നോക്കൂ ഗൈസ്. പുറത്ത് പോയിട്ട് വന്നൊക്കെ ചെയ്തല്ല അനുവിന്റെ PR-ന്റെ നമ്പർ ടിഷ്യൂ പേപ്പർ എഴുതി മടക്കി ആതിരക്ക് കൊടുത്തിട്ട് ആതിരടുത്ത് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഈ നമ്പറിൽ പുറത്തെത്തിയിട്ട് വിളിക്കണം. എന്നിട്ട് അക്ബർ ഡോമിനേറ്റ് കൊണ്ട് അടിക്കണം പറഞ്ഞേൽപ്പിച്ചത്. ഇത് ആദില എല്ലാവരോടും പറയുന്ന ഒരു സംഗതിയാണ്. സത്യമാണോ കള്ളമാണോ എന്നറിയില്ല, പക്ഷെ ഇത് ശരിയാണെങ്കിൽ എന്റെ പൊന്ന് ഗൈസ്, അനുമോൾ എന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ, ആ സാഡിസ്റ്റ് മെന്റാലിറ്റി, ആ സ്വാർത്ഥത എത്രമാത്രം വലുതാണ് ഗൈസ്. ആദില ആരോപിച്ചിരിക്കുന്ന ഈ അലിഗേഷൻ ചെറിയൊരു അലിഗേഷൻ അല്ല. യഥാർത്ഥത്തിൽ ഈ സീസൺ ബിഗ് ബോസും PR-ഉം തമ്മിലുള്ള വാറായി മാറിയ സീസണാണ്. ഇവിടെ ഇപ്പോൾ ഗോൾ അടിച്ചിരിക്കുന്നത് ആരാണ്? ആദിലയോ അനുമോളോ ശൈത്യയോ അല്ല. ഇവിടെ ഈ ക്ലിപ്പിംഗ്സ് പുറത്തു വിട്ടുകൊണ്ട് ബിഗ് ബോസ് തന്നെയാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഇതിൽ അക്ബർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഒരു മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥതയുടെ പര്യായ പദമായി മാറിയാൽ അത്രയ്ക്കൊക്കെ ക്രൂരത ചെയ്യാമോ? ഈ PR എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ PR എന്ന് പറഞ്ഞാൽ എന്റെ നല്ല നല്ല സ്റ്റേറ്റ്മെന്റ്സും എന്റെ നല്ല നല്ല ആക്ടുകളും ഒക്കെ എടുത്ത് എന്നെ ബൂസ്റ്റപ്പ് ചെയ്യണം. അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള എന്റെ PR ചെയ്യേണ്ടത്. ഇവിടെയാണെങ്കിലോ അനുമോളുടെ PR നെഗറ്റീവ് PR വർക്കാണ് ചെയ്യുന്നത് എന്നല്ല വരുന്നത്. അതായത് കൂട്ടത്തിലുള്ള മത്സരാർത്ഥികളെ, അവരുടെ ഫാമിലിയെ ഒക്കെ കൊത്തിപ്പറിക്കുന്ന ഈ കഴുകന്മാർക്ക് പണം മാത്രം മതി. PR കഴുകന്മാർക്ക് 2 കാറും 2 വീടുമുള്ള അനുവും ലോൺ ഉണ്ടെന്നും പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ് സഹതാപം പിടിച്ചു വെക്കുന്നു എന്ന് കുറെ PR-കാർ പറയുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, 2 കാറും വീടും ലോണും ഉണ്ടെന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ? അത് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്? അതുപോലെ അനീഷിന്റെ ആദ്യ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലെന്ന് അനീഷ് കളിയാക്കിയെന്നോ ദ്രോഹിച്ചോ എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടം PR-കാര് ആദിന്റെ അമ്മയുടെ സോഷ്യൽ മീഡിയ പേജിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അക്ബറിന്റെ വീട്ടുകാർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടെന്ന് പറയുന്നു. എന്ത് അന്തസ്സില്ലാത്ത സംസ്കാരമില്ലാത്ത വൃത്തിയുടെ പ്രവൃത്തിയാണ് ഈ PR-കാർ കാശും വാങ്ങിയോ അല്ലാതെയോ ഒക്കെ ചെയ്ത് കൂട്ടുന്നത്. കൂട്ടങ്ങളും അവർക്ക് കാശ് കൊടുക്കുന്ന മത്സരാർത്ഥികളും ഒന്ന് ഓർക്കുക, കർമ്മ ഈസ് എ ബൂമറാങ്. എല്ലാത്തിനും എന്നെങ്കിലും ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. ചതിക്കപ്പെട്ടവനോടൊപ്പമാണ് ലോകവും ദൈവവും ഉള്ളതെന്ന് ഓർക്കുക. ട്രോഫിയും ഫെയിമും കാശും കൊണ്ട് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കുറെ ഇനാർഗേഷനും ഒക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ വേദനിപ്പിക്കുന്നവരോടൊപ്പമല്ല, മറിച്ച് വേദനിക്കുന്നവരോടൊപ്പമാണ് ദൈവവും ലോകവും ഉള്ളത്. അനുമോളായാലും അനീഷ് മോനായാലും ഒന്ന് ഓർക്കുക, എങ്കിലും ജയിച്ചിട്ട് കാര്യമില്ല. ആ വിജയത്തിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം. എന്നാലേ അത് മനുഷ്യന്റെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുകയുള്ളൂ. അഖിൽ മാരാ ജയിച്ചു കണ്ടില്ലേ, അതുപോലെ.